കുംഭമേള നമ്മുടെ നാട്ടിലും എത്തിയെന്നറിഞ്ഞപ്പോൾ അതൊന്ന് പോയി കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞമ്മേനെയും വല്യമ്മേനെയും അടുത്ത കുറച്ച് വീട്ടുകാരെ എല്ലാവരെയും കൂട്ടി ഞങ്ങളൊരു ട്രാവലറും വിളിച്ച് പോകാമെന്ന് തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ കുംഭമേള കാണാനോ നിളാരതി കാണാനോ ഒന്നുമല്ല കേട്ടോ ആഗ്രഹിച്ചത്, നാഗസന്യാസികളെ കാണാനാണ്. കുറച്ചിങ്ങോട്ടൊക്കെ എത്തിയപ്പോഴേക്കും പാറുവും പൊന്നും കിടന്നുറങ്ങി കേട്ടോ. പക്ഷെ പാറു മെല്ലെ ഒന്ന് കണ്ണു തുറന്നു, എന്നിട്ട് അവൾ കളി തുടങ്ങി. ഉച്ച സമയമാണെങ്കിലും പാട്ടും കേട്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 2-2.5 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് ആ മഹാമാഘ മഹോത്സവം നടക്കുന്ന നാമാമുകുന്ദൻ്റെ മണ്ണിൽ ഞങ്ങളെത്തി. അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വണ്ടി ഒരു സൈഡിൽ ഒതുക്കി ഞങ്ങൾ ആ കവാടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ ഭക്തർക്കെല്ലാവർക്കും വെള്ളം ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോഴാണ് ചൂട് മനസ്സിലായത്. 2 സൈഡിലും കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും തിരക്കാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് സ്പീഡ് കൂട്ടി. അധികം ആൾക്കാരെത്തുന്നതിന് മുന്നേ തന്നെ നിളാരതി കാണാനായി സ്ഥലം പിടിക്കാനാണ് ഞങ്ങൾ ഈ ഓടുന്നത് കേട്ടോ. നടന്ന് ഒടുവിൽ ഞങ്ങൾ ക്ഷേത്രത്തിന് മുന്നിലെത്തി. ഇടതുഭാഗത്തായി ഒരു രഥമുണ്ടായിരുന്നു. അതിനടുത്തായി കുറേ ഭക്തർ നാമജപം നടത്തുകയായിരുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ സൈഡിലൂടെ നടക്കുമ്പോൾ ഭാരതപ്പുഴയിൽ കുറേ പേർ സ്നാനം ചെയ്യുന്നുണ്ടായിരുന്നു. ഭാരതപ്പുഴയുടെ അല്ലെങ്കിൽ നിളാനദിയുടെ അക്കരെയാണ് കുംഭമേള നടക്കുന്നത്. അമ്പലത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അക്കരെയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ പാലം കടക്കാനായി എത്തിയപ്പോഴതാ വൻ ജനസാഗരം. വെയിലിൻ്റെ ചൂടും ആൾക്കാരുടെ തിരക്ക് കൊണ്ട് പാറു കരച്ചിലും ബഹളവും തുടങ്ങി. ദക്ഷയാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. കൂട്ടം തെറ്റിപ്പോകുമോ എന്നായിരുന്നു അവളുടെ പേടി. ഇത് കുംഭമേളയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച താൽക്കാലിക പാലമായതുകൊണ്ട് സേവാഭാരതിയുടെ വളണ്ടിയർമാർ വളരെ ശ്രദ്ധിച്ചാണ് ആൾക്കാരെ ഇതിലൂടെ കയറ്റിവിടുന്നത്. അതുകൊണ്ട് തന്നെ പാലത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നു. ഈ പുഴയും പാലവും എല്ലാം ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പാലം കടന്നപ്പോൾ എന്തൊരു വെയിലോ എന്നും പറഞ്ഞ് ഞങ്ങൾ ദൂരെ കണ്ടൊരു ഷെഡിനകത്തേക്ക് ഓടി. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ അടുത്ത വീഡിയോയിലിടാം. കുംഭമേളയുടെ വിശേഷങ്ങൾ ഒരു വീഡിയോയിലൊന്നും തീർക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.